വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ വനം വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചു. മിഷൻ ഫുഡ് ആൻഡ് വാട്ടർ എന്നതാണ് പദ്ധതി. പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഫെബ്രുവരി 10-നകം നടപ്പാക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, വനം മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾ അല്ലെങ്കിൽ നിരവധി നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായുള്ള ആദ്യത്തെ പദ്ധതിയാണ് വന്യമൃഗങ്ങൾക്ക് അവയുടെ ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഉറപ്പാക്കുക എന്നുള്ളത്. മറ്റെന്തെല്ലാം പദ്ധതികളാണ് ഇത്തരത്തിൽ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും വന്യജീവി സംഘർഷത്തിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലേക്കും ഈ നിർദ്ദേശങ്ങളായി മുന്നോട്ട് വച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ, ഈ വന്യജീവി ആക്രമണം രൂക്ഷമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്ന് ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് പുതിയ ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ വേനൽക്കാലത്തും മറ്റുമാണ് ഈ വന്യജീവി ആക്രമണങ്ങളെല്ലാം തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അവയ്ക്ക് ഈ കാടുകളിലും മറ്റും വെള്ളവും ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിലാണ് നാട്ടിലേക്ക് വന്ന് ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പ്രധാനമായും പറഞ്ഞത്. ഇത് ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഒരു പദ്ധതിയുമായി സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന്റെ പേരാണ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന പദ്ധതിയാണ്. എന്ന പേരിട്ടിട്ടുള്ള ഒരു പദ്ധതിയുമായാണ് ഇപ്പൊ സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ ഭക്ഷണവും വെള്ളവും ഈ വന്യമൃഗങ്ങൾക്ക് കാട്ടിനുള്ളിൽ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ 3 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ പദ്ധതി പ്രധാനമായും നടപ്പിലാക്കുക എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായി തന്നെ 50 ലക്ഷം രൂപ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ഫണ്ടായി അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ വയനാട്ടിലും മറ്റും വലിയ രീതിയിലുള്ള ഈ വന്യ ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. ജീവനടക്കം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യമെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ ഒരു പദ്ധതിയുമായി സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വനത്തിനുള്ളിൽ തന്നെ കുളങ്ങളും ചെക്ക് ഡാമുകളും ശുദ്ധീകരിക്കാനും മറ്റും ഇതിലൂടെ ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ കൂടുതൽ വന്യമൃഗ സംഘർഷമുള്ള മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള പ്രത്യേക യജ്ഞം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ കാടുകളുള്ള വലിയ രീതിയിലുള്ള കാടുകളും മറ്റുമുള്ള റോഡ് സൈഡുകളിലടക്കം ഈ കാടുകൾ വൃത്തിയാക്കുന്നതിന് മറ്റുമുള്ള സൗകര്യങ്ങളടക്കം ഒരുക്കുമെന്നൊക്കെയാണ് പ്രധാനമായി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ആക്രമണങ്ങൾ കൂടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു പദ്ധതിയുമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത് ഫെബ്രുവരി 10-ന് മുന്നായി തന്നെ നടപ്പിലാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് ഇതിന്റെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കൂടാതെ തന്നെ വയനാട്ടിൽ ഈ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് വയനാട് ജില്ലയിലാണ്. ഈ വയനാട്ടിലെ വനമേഖലയിൽ 6 റേഞ്ചുകളിലായി 63 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹോട്ട്സ്പോട്ടുകളിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഡ്രോൺ പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട് എന്നടക്കം വ്യക്തമാക്കിയിരുന്നു. ഈ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ഡ്രോൺ പരിശോധനകൾ നടത്തുന്നുണ്ട്. 80 പേരടങ്ങുന്ന 10 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ മേഖലകളിലടക്കം പരിശോധന നടത്തുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ 3-ാം ഘട്ടം നടക്കുന്നത് ഈ ഫയർ സീസണിന് ശേഷം ചെയ്യേണ്ട പ്രവർത്തികളുടെ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷമായിരിക്കും ഇതിന്റെ 3-ാം ഘട്ടം നടക്കുക എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ വനപ്രദേശങ്ങളിലെ അടിക്കാടുകളും മറ്റും വെട്ടുന്നതടക്കം ജനകീയ പദ്ധതിയായി നടപ്പിലാക്കും. ഇതിനായി 80 പേരടങ്ങുന്ന സംഘം 80 പേര് അടങ്ങുന്ന 10 സംഘങ്ങളായി തിരിഞ്ഞ് ഈ പദ്ധതി അടക്കം നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ പഞ്ചാരക്കൊല്ലിയിലെ കടുവ കേരളത്തിന്റെ ആണോ എന്നൊരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലും മന്ത്രി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. പഞ്ചാരക്കൊല്ലിയിലെ കടുവ കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഉള്ളതല്ല എന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കടുവ ഏത് ഡാറ്റാബേസിൽ ഉള്ളതാണ് എന്നടക്കം പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ 3 അന്യസംസ്ഥാന വനമന്ത്രിമാരുമായി ഉടനെ തന്നെ ഒരു യോഗം വിളിക്കും. ആ യോഗത്തിന് ശേഷം മറ്റു നടപടിക്രമങ്ങൾ
നടപടിക്രമങ്ങൾ അടക്കം തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ആക്രമണം നടന്ന സാഹചര്യത്തിൽ ഇത് ഏത് സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഏത് ഡാറ്റാബേസിലുള്ള കടുവയാണ് എന്നടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റു അന്യ സംസ്ഥാനത്തിലുള്ള ഈ വനം മന്ത്രിമാരടങ്ങുന്ന ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ കാട്ടിനുള്ളിൽ മൃഗങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കാടിറങ്ങുന്ന പല മൃഗങ്ങൾക്കും ഗുരുതരമായ പരിക്കുകൾ കാണുന്നുണ്ട്. ഇതിന്റെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ആനയിലുണ്ടായ അല്ലെങ്കിൽ ആ മുറിവടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കാടിറങ്ങുന്ന പല മൃഗങ്ങൾക്കും ഈ ഗുരുതരമായ പരിക്കുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ധോണിയിലിറങ്ങിയ കാട്ടാനയുടെ ശരീരത്തിൽ ബുള്ളറ്റുകൾ ഉണ്ടായിരുന്നു. ഈ കാര്യമടക്കം തന്നെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുമെന്നടക്കം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പുതിയ ഒരു പദ്ധതിയുമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് വനം മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം. അതുല്യ, തീർച്ചയായും വിനയ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളായി വയനാട്ടിലടക്കം ഇത്തരത്തിൽ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള പദ്ധതികൾ തന്നെയായിരുന്നു. വേനൽക്കാലമാവുകയാണ്. വേനൽക്കാലമാകുന്നതോടുകൂടി കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം മുൻ വർഷങ്ങളിലും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ അത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ മിഷൻ ഫുഡ് ആൻഡ് വാട്ടർ എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. 3 ഘട്ടങ്ങളായി നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം ഫെബ്രുവരി 10-നകം നടപ്പാക്കും എന്നാണ് വനം മന്ത്രി വ്യക്തമാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിനയ രാജ്.